ഒരു ദിവസം വന്നിട്ട് 1000 ആളുകൾ ഇതിൽ കൂടെ പോകും. അതിൽ നിന്ന് നമ്മൾക്ക് ഏകദേശം കിട്ടുന്ന കസ്റ്റമർ എന്ന് പറയുന്നത് അറിയുന്ന പ്രത്യേകമായിട്ടുള്ള കസ്റ്റമറാണ്. ഒരുപാട് പേര് കണ്ടിട്ട് അയ്യോ ഉണ്ണിയപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി നമ്മൾ ആക്കിയിട്ട് ഒരു ചിരിയൊക്കെ ഉണ്ട്. നമ്മൾ എത്രയോ പാവങ്ങളാണ് വന്നിട്ട് നമുക്ക് ഈ കച്ചവടം നമുക്ക് കിട്ടുന്നത്. ഞാൻ ഏകദേശം ഇപ്പോൾ 3-4 കൊല്ലമായിട്ട് ഇവിടെ പാലക്കാട് കോട്ടമൈതാനത്തിലുള്ള സിവിൽ സ്റ്റേഷനിലേക്ക് പേപ്പർ വർക്കിന്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ പുറത്ത് ഇങ്ങനെ കാണും. ആദ്യം നിങ്ങൾ വെറും കൈ പിടിച്ചിട്ടൊക്കെ നിന്നിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ വാങ്ങി കഴിക്കണതാണ് താത്താന്റെ ഉണ്ണിയപ്പം. എന്താ സംഭവം ചോദിച്ചാൽ ക്വാളിറ്റി, അതായത് വീട്ടിലുണ്ടാക്കുന്ന സെയിം സാധനം അല്ലേ, നല്ല ക്വാളിറ്റി ഐറ്റംസ് അല്ലേ. ഗൾഫിലൊക്കെ പോലുണ്ടോ? പോലുണ്ട്. ഒരുപാട് കസ്റ്റമർ ഇഷ്ടം പോലെ എടുത്തിട്ട് പോലുണ്ട്, ബൾക്കായിട്ട് എടുത്തിട്ട് പോലുണ്ട്. അതെ അല്ലേ, നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കിടിലോസ്കി ഐറ്റം തന്നെയാണ്. ഒരു പാക്കറ്റിന് അപ്പൊ എത്ര? ഒരു പാക്കറ്റില് 10 ഉണ്ട്, 60 രൂപ. 10 എണ്ണത്തിന് 60 റുപ്യ, 160. എന്നാ ഞാൻ കുറച്ചേരം കച്ചവടം ചെയ്യട്ടെ? ആയിക്കോട്ടെ, സന്തോഷം. പൈസ ഞാൻ പിടിക്കണം, അത് മാത്രം വേണ്ട. അവിടെ എടുക്കട്ടെ ഉണ്ണിയപ്പം. വരെ എന്തിനാ പഠിക്കണ വരെ, ഇത് കഴിച്ചു നോക്കിയാലേ. നമ്മുടെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഫ്രഷ് ഉണ്ണിയപ്പാണ്. കുറച്ച് സ്റ്റുഡൻസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് കഴിച്ചു നോക്കിയിട്ട് ലൈവായിട്ട് ജെന്യൂൻ ആയിട്ട് ഇവിടുന്ന് തന്നെ അഭിപ്രായം പറയുന്ന കേട്ടാ പറഞ്ഞേക്കണ. ജെന്യൂൻ ആയിക്കോട്ടെ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വാങ്ങുന്നുണ്ട്. നല്ല ഉണ്ണിയപ്പാണ്, സ്ഥിരമായിട്ട് കൊണ്ടുപോകാറുണ്ട്. അതെ അല്ലെ. താത്ത പറയണ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അതും നല്ല ക്വാളിറ്റി ഉണ്ണിയപ്പം കേട്ടോ. വീട്ടിലുണ്ടാക്കണ താത്ത രാവിലെ 4 മണിക്ക് നീച്ച് പ്രിപ്പയർഡായി ഉണ്ടാക്കി കൊണ്ടുവരുന്ന വിറ്റുകൊണ്ടിരിക്കുന്ന ഐറ്റംസാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ പാലക്കാട് കോട്ടമൈതാനത്ത് സിവിൽ സ്റ്റേഷനിലേക്ക് വരുന്നവരാണെങ്കിലും ശരി, ഇനി പാലക്കാട് ലൊക്കേഷനിലേക്ക് വരുന്നവരാണെങ്കിലും ശരി, സിവിൽ സ്റ്റേഷനാണ് ലൊക്കേഷന്. എല്ലാവരും ഇവിടെ വന്ന് വാങ്ങി കഴിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം.